ഈ മെഡിസിൻസ് ഒന്നും ഇവിടെ ഇല്ലേ? ഒന്നുമില്ല. സർജറി സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അതെന്താ ഇല്ലാത്ത? സാധാരണ എടുക്കാറില്ലേ? എല്ലാ ഐറ്റവും ഇതിലേതെങ്കിലും ഉണ്ടോ? ഇതിലൊന്നുമില്ല. കാരുണ്യയുടെ ആരാണ്? KFC-യുടെ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? ഇവിടെ ഇൻചാർജാണുള്ളത്. ആരാ ഇൻചാർജ്? എന്നു മുതൽ ഈ സാധനങ്ങളില്ല? നമുക്കങ്ങനെ വരുന്നില്ല, വരാറില്ല. നിങ്ങൾ കൊടുക്കാറില്ലേ അതോ തരാറില്ലേ? ഇന്ത്യന്റെ കൊടുക്കാറില്ലേ? ഇന്ത്യന്റെ കൺസൾട്ടേറ്റ് ചെയ്തായിരിക്കും. ഫുൾ സ്ക്രീനാക്കാമോ? ഫുൾ സ്ക്രീനാക്കാം. അത് എത്ര ഐറ്റം ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് താഴോട്ട്. അതിലിതുണ്ടോ നോക്കാനോ? ഇതത് തന്നെയാണോ? കൺസൾട്ടേഷൻ അയച്ചതിൻ്റെ ലിസ്റ്റാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. സാധാരണ ഇത്തരം ഷോയൊക്കെ നടത്തുമ്പോൾ വേഷം മാറാറുണ്ട്. അതായത് മാധ്യമങ്ങൾ വേഷം മാറിയാണ് മന്ത്രി വന്നതെന്ന് പറയും. വേഷം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി മാറ്റി ചുരിദാർ എടുത്തോണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇവർ ആരോഗ്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്ത തുടക്ക സമയത്തും ഇത്തരം ചില കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ചെന്ന് അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വേഷം മാറിയുള്ള മിന്നൽ പരിശോധന എന്നൊക്കെ തരത്തിലായിരുന്നു അന്ന് മാധ്യമങ്ങളൊക്കെ അതിന് തലവാചകം കൊടുത്തത്. അന്നത് കുറച്ച് വൈറലാവുകയും അന്ന് കുറച്ച് ജനശ്രദ്ധയൊക്കെ നേടുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ച അഭ്യാസം ഇതൊന്നുമല്ല. എന്തായാലും പരിശോധനയെന്ന് പറഞ്ഞ് ചെന്നു, അവിടെ ഈ അത്യാവശ്യത്തിനുള്ള മരുന്നൊന്നും ഇല്ല എന്ന് മന്ത്രി നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാണിക്കാനുള്ള ഈ ഷോയ്ക്ക് ഉള്ള പ്രേരണ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നുമല്ല, അങ്ങ് ഗോവയിൽ നിന്ന് കിട്ടിയതാണ്. കഴിഞ്ഞ ദിവസം ഗോവയിലെ ആരോഗ്യമന്ത്രിക്ക് ഒരാൾ ഫോണിലൂടെ വിളിച്ച് പരാതി പറയുന്നു. ആരോഗ്യമന്ത്രി ഫോൺ കട്ട് പോലും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നേരെ അവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ അടുക്കലേക്ക് ചെല്ലുന്നു, അതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കുന്നു. അതിനെ തുടർന്ന് സ്പോട്ടിൽ തന്നെ ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുന്ന വാർത്ത നമ്മൾ അതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും തോന്നിക്കാണും ഇതുപോലൊരു ഷോ നമുക്ക് ഇവിടെ ഇറക്കാമെന്ന്. പക്ഷേ ചെന്നപ്പോഴാണ് അത്യാവശ്യമുള്ള മരുന്ന് പോലും ഇല്ല ഈ ആശുപത്രിയിൽ. സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണിത്. ഇനി ഈ ആരോഗ്യമന്ത്രി ചെന്നിട്ടാണ് ഇതവസ്ഥ. യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ ചെന്നാൽ പോലും മരുന്നൊന്നും കാണില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലും അതേപോലെ തന്നെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്നെങ്കിലും ഇതേപോലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗോവയിലെ മന്ത്രിക്ക് പഠിക്കാൻ ശ്രമിച്ചതായിരിക്കും. പക്ഷേ അവിടെയൊക്കെ അങ്ങനെ പോയാൽ അവർ കൃത്യമായിട്ടും അതിനുള്ള നടപടികൾ എടുക്കും. അല്ലാതെ ഇതുപോലെ നാടകമല്ല കാണിക്കുന്നത്. ആ തുടക്ക സമയത്തുള്ള പോലെ തന്നെ മന്ത്രിയുടെ മിന്നൽ പരിശോധന, വേഷം മാറിയുള്ള മിന്നൽ പരിശോധന എന്ന തരത്തിലൊക്കെ തലവാചകം മാധ്യമങ്ങളിൽ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തവണ ഈ ഷോയ്ക്ക് ഇറങ്ങിയത്. പക്ഷേ ചീറ്റി പണ്ടാരം മടങ്ങിപ്പോയി എന്നേ പറയാനുള്ളൂ.